ഒരു ജനപ്രതിനിധിയാകാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. ഈ വിഷുവിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പ്രതീക്ഷയോടെ, ഒരു പ്രത്യാശയോടെ വീട്ടിലെത്തവണ വിഷു കണിയൊക്കെ ഒരുക്കുന്നുണ്ട്. എന്താണ് മാഡത്തിന്റെ വിഷു ഒരുക്കങ്ങൾ? ഇതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ച ശേഷം എന്റെ ഭർത്താവിന് വലുതായിട്ട് ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ വിഷുവിന്റെ അന്നും അല്ലെങ്കിൽ എല്ലാ പൂജവെപ്പിന്റെ അന്നും എല്ലാ ഓണത്തിന്റെ അന്നും സദ്യ, അങ്ങനെ വെജിറ്റേറിയൻ ആയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചട്ടവട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ അങ്ങനെ വിഷുവിന്റെ അന്ന് ഞങ്ങൾ കല്യാണത്തിന് ശേഷം എപ്പോഴും കണി വെക്കും. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ജോലി തിരക്കാണെങ്കിലും ഞാൻ കണി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കണി കാണും. അത് എല്ലാ സാധനങ്ങളും അതേപോലെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞുതരും എന്തൊക്കെ സാധനങ്ങൾ വേണം കണി വെക്കാൻ എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ഞാൻ വിട്ടുപോയാൽ തന്നെ പറയും അത് മുണ്ട് വെച്ചില്ല അല്ലെങ്കിൽ കണ്ണാടി വെച്ചില്ല എന്തൊക്കെ പറയും. ഒക്കെ വെള്ളരിക്ക, കണിക്കൊന്ന, പിന്നെ ചില പച്ചക്കറികള്, പൂവില്ലെങ്കിൽ തുളസിയല്ല, ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മിച്ച് പറയും അത് വെച്ചിട്ടില്ല ഇത് വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ വെക്കാറുണ്ട്. മോനുണ്ടായ പിന്നെ അങ്ങനെയാണ്. മോന് പക്ഷേ ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും വരുമ്പോ വരും, പക്ഷെ രാവിലെ എണീക്കത്തൊന്നുമില്ല, കടി കാണത്തൊന്നുമില്ല, അങ്ങനെയില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യും. പുതിയ ജനറേഷൻ. പിന്നെ വിഷുക്കൈ നീട്ടം കൂടെ നിൽക്കുന്ന പോലീസുകാർക്കൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഒരു അമ്മ ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്മയുണ്ട്. അപ്പം എന്റെ വീട്ടിലുണ്ട്. അമ്മയ്ക്ക് പ്രായമായി. അപ്പൊ അങ്ങനെ അമ്മ എല്ലാ ദിവസവും ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് എണീറ്റ് വേട ഒന്നായോ ഞാൻ ചോദിക്കുന്ന കുറെ ഒരു മാസമായിട്ട് അമ്മ ചോദിക്കും. ഞാൻ ഇല്ല അമ്മ ഇനി 10 ദിവസം ഉണ്ട്, ഇനി 20 ദിവസം ഉണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നിപ്പോ അമ്മ എടുത്ത് മേട ഒന്നായി എന്ന് പറയുമ്പോ അമ്മയുടെ മുഖത്തെടുത്തല്ല ഇന്നാണോ വിഷു? അല്ല നാളെ ഉള്ളൂ.